വെൽക്കം ബാക്ക് ടു അസാസ്റ്റ്. 23-ാം തീയതി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെയിൽസ് വരികയാണല്ലോ. അപ്പൊ അതിന് ലാപ്ടോപ്പ് ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അതിന് ഏറ്റവും മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഏത് പ്രൊസസർ വേണമെന്നുള്ളത്. ഞാൻ AMD വേഴ്സസ് ഇന്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം മുന്നേ ഒരു വീഡിയോ ഓൾറെഡി ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് പുതിയ പ്രൊസസേഴ്സ് വന്നു. അപ്പൊ അത് വെച്ചിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഇപ്പൊ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്കിപ്പോ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് 4 പ്രൊസസർ ബ്രാൻഡ്സ് ആണ് ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ഉള്ളത്. ആപ്പിള് അവരുടെ M1 M2 M3 M4 സീരീസ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാൾകോം കഴിഞ്ഞ കൊല്ലം X8 പ്രൊസസറും എക്സും പ്രൊസസർ ഇറക്കി. അതേപോലെ തന്നെ പിന്നെ ഇന്റലിന്റെ AM3 ജനറേഷൻസ് ഓഫ് ലാപ്ടോപ്പ് ഇതാണുള്ളത്. അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആപ്പിളിന്റെ പ്രൊസസർ വേണം തീരുമാനിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ മാക്ബുക്ക് ആണോ വാങ്ങിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഒരു M സീരീസ് പ്രൊസസറുള്ള ലാപ്ടോപ്പ് ആണ് വാങ്ങിക്കുന്നത്, അതിന്റെ ബഡ്ജറ്റ് ഏതാണെന്ന് നോക്കി വാങ്ങിച്ചാൽ മതി. ഇനി ക്വാൾകോം X8 ലാപ്ടോപ്പ് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം അത്ര പൈസ കൊടുത്താൽ നമുക്ക് നല്ല വേറെ ലാപ്ടോപ്സ് കിട്ടും. നിങ്ങൾ ഒരു 60,000 റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് മെയിൻലി ബ്രൗസിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല ബാറ്ററി ബാക്കും വെച്ച് ക്വാൾകോമിന്റെ എക്സും എക്സ് പ്ലസ് പ്രൊസസർ വെച്ചിട്ടുള്ള ലാപ്ടോപ്പ് വെച്ചിട്ട് അത് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് AMDയും ഇന്റലും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും നമ്മൾ വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകളിൽ ഈ രണ്ട് ഇതിന്റെ വേരിയേഷൻസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് കുറെ ഉള്ളതും കൺഫ്യൂഷൻ കുറെ ഉള്ളതും ഇന്റലും AMDയും ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ നിങ്ങൾ ക്വാൾകോമിന്റെ പ്രൊസസർ വാങ്ങിക്കുമ്പോൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അതിൽ വർക്ക് ആവുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ മെയിൻലി നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാനും ബ്രൗസ് ചെയ്യാനൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ എക്സ് നല്ലൊരു ഓപ്ഷനാണ്. എക്സ് പ്ലസ് 50,000 തൊട്ട് നമുക്കിപ്പോൾ ക്വാൾകോമിന്റെ പ്രൊസസേഴ്സ് ഉണ്ട്, നല്ല ഓപ്ഷനാണ്. നിങ്ങൾ പഴയ ആപ്സ് ലെഗസി ആപ്സ് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാൾകോമിന്റെ പ്രൊസസർ ഏതെടുത്താലും നല്ലതാണ്. അത്യാവശ്യം നല്ല ലാപ്ടോപ്പ് ഇപ്പോൾ വിവോ ബുക്കും ഐഡിയ പാഡൊക്കെ എക്സ് വെച്ച് വരുന്നുണ്ട്. അത് കിട്ടിയാൽ നല്ല ഓപ്ഷൻ ആയിട്ട് വാങ്ങിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പഴയ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്കിന് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എടുക്കാണ്ടിരിക്കാവും നല്ലത്. സോ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റലിന്റെ ഭാഗത്ത് നിന്ന് i3 i5 i7 i9 12th 13th 14th ജനറേഷൻ പ്രൊസസേഴ്സും അതേപോലെ തന്നെ പുതിയ അവർ ഇറക്കിയ കോർ അൾട്രാ സീരീസിൽ കോർ 100 സീരീസും കോർ 200 സീരീസുമാണ് മാർക്കറ്റിലുള്ളത്. ഇനി അതേപോലെ നമ്മൾ എത്ര പാർട്ട് നോക്കുകയാണെങ്കിൽ അവർക്കുള്ളത് Ryzen 3 Ryzen 5 Ryzen 7 Ryzen 9 എന്നുള്ളതിൽ 5th ജനറേഷൻ തൊട്ട് 5th 6th 7th 8th പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പുതിയത് ഇറങ്ങിയ Ryzen 200 and 300 സീരീസ് പ്രൊസസേഴ്സ് ആണ്. അപ്പൊ ഇതിൽ കുറെ പ്രൊസസേഴ്സ് പണ്ടത്തെ പ്രൊസസേഴ്സിന് റീബ്രാൻഡഡ് വേർഷൻസ് ആണ്. അതേപോലെ തന്നെ കുറച്ചെണ്ണം പുതിയതാണ്. അപ്പൊ നമ്മൾ അതിലൊരു ഓവറോൾ ആയിട്ടുള്ള പിക്ചർ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രൊസസറിന്റെ കാര്യം കുറച്ച് എക്സ്ട്രാ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കിപ്പോ ഫോൺ ഇതേപോലെ ആണല്ലോ, ഫോൺ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ടോപ്പിക് ആണല്ലോ. അപ്പൊ നമുക്ക് സാംസങ്ങിന്റെ ഗാലക്സി S സീരീസ് ഫോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് S25 അൾട്രനേക്കാളും മോശമായിരിക്കും S23 അൾട്ര എന്ന് നമുക്ക് ജനറിക് ആയിട്ടുള്ള റൂൾ വയ്ക്കാം. ഏതെങ്കിലും ഒരു സീരീസ് ഓഫ് S25നേക്കാളും മോശമായിരിക്കും S22 എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും റൂൾ വയ്ക്കാം. അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. പക്ഷെ അത് കാരണം ഇപ്പൊ ഈ S22 എന്ന് പറഞ്ഞ പോലെയാണ് കോർ അൾട്ര 5 അല്ലെങ്കിൽ 200 സീരീസ് എന്ന് പറയുന്നത്. ഇപ്പൊ S24 അൾട്രനേക്കാളും ബെറ്റർ ആയിരിക്കും S25, കാരണം അത് S25 ആണ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെയാണ് 5 അൾട്ര 5ഉം 4 അൾട്ര 7ഉം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. മേ ബി ഈ S25നേക്കാളും ബെറ്റർ ആയിരിക്കും S23 അൾട്ര. ആ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ നെയിം മാത്രം നോക്കാതെ അത് ആക്ച്വലി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കണം. അതേപോലെ തന്നെ ഈ ലാപ്ടോപ്പ് വാങ്ങിക്കുന്നവരും പ്രൊസസറിന്റെ സജഷൻ ചോദിക്കുന്നവരും ഒക്കെ ചോദിക്കുന്ന ഒരു ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ചോദ്യമാണ് AMDയുടെ പ്രൊസസറാണോ നല്ലത് അല്ലെങ്കിൽ ഇന്റലിന്റെ പ്രൊസസറാണോ നല്ലത്. അല്ലെങ്കിൽ കുറച്ച് പേര് പറയും ലൈക്ക് AMDയുടെ പ്രൊസസറാണ് നല്ലത് കാരണം എന്റെ ഇന്ന ആളുടെ അടുത്തുണ്ടായിരുന്ന ഇന്റലിന്റെ പ്രൊസസറിന് ഇഷ്യൂ വന്നു. അല്ലെങ്കിൽ കുറച്ച് പേര് പറയും എന്റെ പഴയ ഫ്രണ്ടിന്റെ AMD ലാപ്ടോപ്പ് ഇങ്ങനെ കേടുന്നു പോയത് അതുകൊണ്ട് ഇന്റലാണ് നല്ലത് എന്ന് പറയുന്നത്. അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു ബേസ് ഇല്ലാത്തൊരു ക്ലെയിം ആണ്. ഇപ്പൊ ഒരു ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AMD ആണോ ഇന്റലാണോ നല്ലത് എന്ന് അങ്ങനെ ഒരു ഇതില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് തന്നെ ആക്ച്വലി പ്രസക്തി ഇല്ല. ഇപ്പൊ AMD ആണോ ഇന്റലാണോ നല്ലത് എന്ന് ചോദിക്കുന്നത് നമുക്ക് തമിഴ് സിനിമയാണോ മലയാള സിനിമയാണോ നല്ലത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ മലയാള സിനിമയെ ഇഷ്ടം, പക്ഷെ അത് പറഞ്ഞിട്ട് തമിഴിലെ ഏറ്റവും നല്ല സിനിമ മലയാളത്തിലെ ഏറ്റവും മോശപ്പെട്ട സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ സിനിമ നല്ലത്, അല്ലെങ്കിൽ ഇതേ എക്സാമ്പിൾ തിരിച്ച്. സോ നമുക്ക് അങ്ങനെ ഒരു ചോദ്യത്തിന് ഇപ്പൊ AMD ആണോ ഇന്റലാണോ നല്ലത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞിട്ട് ആ ഒരു കമ്പനിയുടെ പ്രൊസസർ വാങ്ങിക്കാൻ പറ്റില്ല. ഈ രണ്ട് കമ്പനികളും നമ്മളെ മാക്സിമം പറ്റിച്ചിട്ട് അവരുടെ പഴയ പ്രൊസസർ വിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് ചെലവ് കുറവുള്ള പ്രൊസസർ വിൽക്കാനോ നോക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്റലിന്റെ 200 സീരീസ് പ്രൊസസർ തന്നെ 10 നാനോമീറ്റർ ഉണ്ടാക്കിയ ബേസിക്കലി ഒരു 7-8 കൊല്ലം പഴയ പ്രൊസസേഴ്സ് ഉണ്ട്. അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ട് 4 നാനോമീറ്റർ പ്രൊസസർ ഉണ്ടാക്കുന്ന പ്രൊസസേഴ്സ് ഉണ്ട്.
അപ്പൊ നമ്മൾ ലാപ്ടോപ്പ് നോക്കുമ്പോൾ AMD ഇന്റൽ എന്നുള്ള പേര് നോക്കാതെ വേറെ കാര്യങ്ങൾ നോക്കിയാണ് എടുക്കുന്നത്. അപ്പൊ ഓബിയസ്ലി നിങ്ങളുടെ അടുത്ത ക്വസ്റ്റൻ ആയിരിക്കും എന്തൊക്കെയാണ് നമ്മൾ ഒരു പ്രൊസസ്സർ എടുക്കുമ്പോൾ നോക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം അതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജനറലൈസ്ഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഗീക്ക് ബെഞ്ച് അല്ലെങ്കിൽ സിനബെഞ്ച് സോളാർ ബെഞ്ച് തുടങ്ങിയ ബെഞ്ച് മാർക്സ് എടുത്ത് നമുക്ക് അതിന്റെ ഏകദേശം പെർഫോമൻസ് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ അതിന്റെ TGP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആ പ്രൊസസർ എത്രത്തോളം പവർ വലിക്കും എന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു 2-3 കൊല്ലം മുന്നത്തെ ഒരു H സീരീസ് നല്ല വലിയ പ്രൊസസർ എടുത്തു കഴിഞ്ഞാൽ അതിനും ഇപ്പോഴത്തെ ഒരു U സീരീസ് പ്രൊസസറും ചിലപ്പോൾ ഒരേ പെർഫോമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി ഒരു 10-15% പെർഫോമൻസ് കൂടുതൽ ഈ X സീരീസ് പ്രൊസസർ ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ചാൻസിൽ നമ്മൾ റിയൽ ലൈഫ് എടുക്കുമ്പോൾ പെർഫോമൻസ് എന്തുകൊണ്ടും ഈ U സീരീസ് പ്രൊസസറാണ് കൂടുതൽ. കാരണം ആ U സീരീസ് പ്രൊസസർ കൺസിഡർലി കുറവ് പവർ യൂസ് ചെയ്താവും ഈ സെയിം പെർഫോമൻസ് തരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് TGP എത്രയെന്ന് നോക്കണം. അതേപോലെ തന്നെ IGP ഉണ്ടോന്നും IGPയുടെ പെർഫോമൻസ് എന്തായാലും. ഇപ്പൊ നിങ്ങൾ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്, നിങ്ങൾക്ക് IGP അത്ര വലുതായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല, മാക്സിമം ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യാൻ മതിയാവും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല, നിങ്ങൾ ഒരു തിൻ ലൈറ്റ് ആണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ISXC അല്ലെങ്കിൽ ഇന്റലാർട്ട് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഗെയിംസ് കളിക്കാൻ പറ്റും. ഇപ്പൊ GTA 5 ഒക്കെ മീഡിയം ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ AMD നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൽ 780M 790M ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചെറുതായിട്ട് ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ IGP ഏതാണെന്ന് നോക്കണം. അതേപോലെ തന്നെ അത് എത്ര നോഡ് പ്രൊസസ്സറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കണം. അത് നമുക്ക് ജനറലി അതിന്റെ എഫിഷ്യൻസിക്കുള്ള നല്ല അളവ് പോലെയാണ്. അതേപോലെ തന്നെ നോക്കേണ്ട വേറൊരു കാര്യമാണ് ലൈക്ക് ഒരേ പ്രൊസസ്സർ മൾട്ടിപ്പിൾ പവർ ലെവൽസിൽ ഓടും. ഇപ്പൊ ഒരേ പ്രൊസസ്സർ നമുക്കൊരു 100 വാട്ടിലും 50 വാട്ടിലും 30 വാട്ടിലും ഓടുമ്പോൾ ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് തരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 30 വാട്ടിൽ ഓടുമ്പോൾ നല്ല പെർഫോമൻസ് കിട്ടും. ഇപ്പോൾ ആപ്പിളിന്റെ സീരീസ് പ്രൊസസ്സേഴ്സിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ചിലപ്പോൾ ബെഞ്ച് മാർക്ക് നോക്കുമ്പോൾ അതിനേക്കാളും സിഗ്നിഫിക്കന്റ്ലി സ്പീഡ് കൂടിയ AMD ഇന്റലിന്റെ ഒക്കെ പ്രൊസസ്സർ ഉണ്ടാവും. പക്ഷെ നമ്മൾ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഈ M സീരീസ് പെർഫോമൻസ് നമുക്ക് കുറച്ചുകൂടി സ്നാപ്പ് ചെയ്ത് തോന്നാൻ കാരണം അത് പവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ പവറിൽ നല്ല പെർഫോമൻസ് തന്നെ ഉണ്ടാണ്. അപ്പൊ അങ്ങനത്തെ പ്രൊസസ്സർ ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലും സൂചിപ്പിച്ചിരുന്നു, ഈ ആപ്പിളിന്റെ M സീരീസും അതേപോലെ തന്നെ ക്വാൾകോമും ARM എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇന്റലും AMD X86 എന്ന് പറഞ്ഞ ഇതാണ്. ജനറലി X86നെക്കാളും എഫിഷ്യൻസി കൂടുതലാണ് ഈ ARM സീരീസിന്. അതുകൊണ്ട് ലൈക്ക് ജനറലി ക്വാൾകോമിന്റെയും ആപ്പിളിന്റെയും പ്രൊസസ്സേഴ്സിന് കുറച്ചുകൂടി ബാറ്ററി ബാക്ക് കൂടുതലാണ്. അത് പറഞ്ഞിട്ട് എല്ലാ കേസിലും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ പർട്ടിക്കുലർ യൂസ് കേസിന് ഏത് പ്രൊസസ്സറാണ് നല്ലത് എന്നുള്ളത് ഹൈ ഡിപ്പെൻഡ് ആയിരിക്കും. ഞാൻ അതേപോലെ തന്നെ ജസ്റ്റ് ഒരു പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ലാപ്ടോപ്പിന്റെ സ്പെക്സും ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ജനറലി ഒരു ലാപ്പിന്റെ പ്രൊസസ്സർ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. സോ നമ്മളൊരു പ്രൊസസ്സർ നോക്കുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പൊ Ryzen 5 Ryzen 3 Ryzen 9 എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ i3 i7 i9 എന്ന് പറഞ്ഞതോ മാത്രം വെച്ച് നമ്മൾ പ്രൊസസ്സറിന്റെ പെർഫോമൻസ് അളക്കരുത്. ഇപ്പോ Ryzen 7 Ryzen 9 പെർഫോമൻസ് കൂടിയ Ryzen 5 ഉണ്ടാവാം. അതേപോലെ തന്നെ i7 പെർഫോമൻസ് കൂടിയ i3 ഉണ്ട്. ഇതിൽ കുറെ ഇൻസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ ആണ് ഇപ്പൊ H സീരീസ്, HX സീരീസ്, HS സീരീസ്, UP അങ്ങനത്തെ കുറെ സീരീസ് ഉണ്ട്. ഇപ്പൊ ഇന്റലിന് പുതിയതായിട്ട് B സീരീസ് ഉണ്ട്. അപ്പൊ നമ്മള് ഓക്കെ ഇതൊരു H സീരീസ് ആണ്, അതുകൊണ്ട് ഇത് B സീരീസ് അല്ലെങ്കിൽ U സീരീസിനേക്കാളും പെർഫോമൻസ് കൂടും എന്നും നമ്മൾ ആലോചിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇതെല്ലാം മൾട്ടിപ്പിൾ ജനറേഷൻസ് ആയിട്ട് ഇറങ്ങുന്ന പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ ലൈക്ക് നമുക്കൊരു 5-8 കൊല്ലം മുന്നേ ഇറങ്ങിയ പ്രൊസസ്സറും H സീരീസ് പ്രൊസസ്സർ ഉണ്ടാവാം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ ഒരു U സീരീസിന് അതിനേക്കാളും എത്രയോ മടങ്ങ് ഇപ്പൊ 2-3 ആയിട്ട് പെർഫോമൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലൈക്ക് 1-2 കൊല്ലം മുന്നേ ഇറങ്ങിയ Ryzen 7 പെർഫോമൻസ് ഇപ്പോഴത്തെ Ryzen 5 ഉണ്ടാവാം, അല്ലെങ്കിൽ സെയിം ഫോർ i7 i3 എങ്ങനെ വേണമെങ്കിൽ. ഇനി അത്ര മാത്രമല്ല ഒരേ ജനറേഷനിലും ഒരേ പ്രൊഡക്റ്റ് സ്ക്യൂലും ഇപ്പൊ വലിയ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഞാൻ എക്സാമ്പിൾ അറിയാം, പണ്ടൊക്കെ നമ്മൾ ഒരേ ജനറേഷനിൽ ഒരു പ്രൊഡക്ട്സ് ഇറങ്ങിയിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ മീറ്റോറിലേക്ക് ലൂണാറിലേക്ക് എന്നൊക്കെ എടുത്താൽ ഇന്ത്യയിലെ പ്രോസസിംഗ് സീരീസിൽ അതൊക്കെ ഓരോ ഫാമിലി ഓഫ് ജനറേഷൻ ഓഫ് പ്രോസസ്സേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പണ്ട് എല്ലാ 10th ജനറേഷനും കോമറ്റിലേക്ക് അങ്ങനെ ഓരോ ജനറേഷനും ഓരോ മോഡേൺ ആർക്കിടെക്ചർ ഇതായിരുന്നു. അപ്പോൾ ഈ കോർ 200 സീരീസ് എന്നുള്ള ലേറ്റസ്റ്റ് ഇന്റലിന്റെ ജനറേഷൻ പ്രോസസ്സേഴ്സിൽ നമുക്ക് 14 ജനറേഷൻ പറഞ്ഞാൽ സെക്കൻഡ് 12th ജനറേഷന്റെ അപ്ഡേറ്റഡ് വേർഷൻ തൊട്ടിട്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ഇതുവരെ ഉണ്ട്. സോ നമുക്ക് ഒരേ ജനറേഷനിലെ 2 പ്രോസസ്സറിന്റെ പേര് അറിയാം. കോർ അൾട്രാ 5 225H എന്നുള്ളതും കോർ അൾട്രാ 7 240H എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമ്പറും പേരും ജനറേഷനും എല്ലാം ഏതാണ് ബെറ്റർ? ഈ കോർ അൾട്രാ 7 എന്നുള്ളതാണ്.
പക്ഷേ അതിനേക്കാളും സിഗ്നിഫിക്കന്റ്ലി ബെറ്റർ ആണ് ഈ കോർ അൾട്ര 225H എന്നുള്ള പ്രൊസസർ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ ജനറേഷനും ഒരേ സ്റ്റൈൽ ഓഫ് പേരും ആണെങ്കിലും നമ്മുടെ കോർ അൾട്ര 7240H പഴയതും 225H ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ പ്രൊസസറുമാണ്. സോ നമ്മൾ ഒരിക്കലും പ്രൊസസറിന്റെ പേര് മാത്രം നോക്കി ലാപ്ടോപ്പ് വാങ്ങിക്കാതെ അതിന്റെ പെർഫോമൻസ് എത്രയാണ്, എഫിഷ്യൻസി എത്രയാണ് എന്ന് നോക്കി വാങ്ങിക്കാം. അപ്പൊ അതിനൊരു നല്ല എക്സാമ്പിൾ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AMDയുടെ എക്സ് സീരീസ് പ്രൊസസർ. ഇപ്പോൾ HX370 എന്നുള്ള പ്രൊസസർ നമ്മൾ നോക്കുമ്പോൾ HX ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു 2 കൊല്ലം മുന്നേ ഇറങ്ങിയ 5800Uനേക്കാളും പവർ എഫിഷ്യന്റ് ആയിട്ട് കൂടുതൽ പെർഫോമൻസിൽ റൺ ചെയ്യും. അതായത് കുറച്ച് പവർ യൂസ് ചെയ്ത് കൂടുതൽ പെർഫോമൻസ് തരും. സോ നമ്മൾ ഇപ്പോൾ HX കണ്ടുകൊണ്ട് അതിന്റെ എഫിഷ്യൻസി കുറവാണെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് നോക്കണം, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾ അന്വേഷിക്കണം. ലൈക്ക് ഞാൻ എപ്പോഴും അതിന് ജനറലി യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് നാനോ റിവ്യൂ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കാം. ഞാൻ ജനറലി ഞങ്ങളുടെ വെബ്സൈറ്റ് എഴുതുമ്പോൾ ഓരോ പ്രൊസസിനെ കുറിച്ച് കൊടുക്കാറുണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് നാനോ റിവ്യൂ മാത്രം നോക്കിയിട്ട് അതിന്റെ പെർഫോമൻസ് അളക്കാനും പറ്റില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 12th ജനറേഷൻ i5ന്റെ പെർഫോമൻസ് എടുത്താൽ നല്ല പെർഫോമൻസ് കാണിക്കും. പക്ഷെ നമുക്ക് ഇൻ റിയാലിറ്റി അത്ര പെർഫോമൻസ് കിട്ടില്ല. കാരണം അത് മാക്സിമം പവർ ഉപയോഗിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് മാക്സിമം ആണ് നമുക്ക് അവർ സ്കോർ കാണിക്കുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് തരിക. അത് നമുക്ക് നോർമൽ യൂസ് കിട്ടില്ല. പക്ഷേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ലാപ്ടോപ്പിന്റെ പ്രൊസസറിന്റെ പേരോ അല്ലെങ്കിൽ ജനറേഷനോ ഇതോ മാത്രം വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കരുത്. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ഓരോ ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രൊസസർ നിങ്ങൾ നോക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളത് നോക്കാം. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള സജഷൻസ് ആണ്. ഞാൻ ഇത് കഴിഞ്ഞ ഒരു ഏറ്റവും നല്ല ലാപ്ടോപ്പ് ഡീൽസ് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് മേ ബി ഏറ്റവും ബെസ്റ്റ് പ്രൊസസറിലായിരിക്കില്ല ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ്. അപ്പൊ ഞാൻ ലാപ്ടോപ്പിന് സജഷൻസ് ആയിട്ടാണ് ഇപ്പൊ പറയുന്നത്. ആദ്യം നമുക്ക് ഒരു 50,000 അടിയിൽ നോക്കാം. 50,000 അടിയിൽ നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്, തിന്ന ലൈറ്റ് ആണ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും വരാനില്ല. എല്ലാം ഓൾമോസ്റ്റ് ബേസിക് ലാപ്ടോപ്സ് ആണ്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് AMDയുടെ 7X20U എന്നുള്ള സീരീസ് പ്രൊസസർ, ഇപ്പൊ 7320U, 7520U, 7720U എന്നുള്ളൊക്കെ വരും. അതിന്റെ ഒന്നും ഭാഗത്ത് പോയത് അത് 5 കൊല്ലം മുന്നേ ഇറങ്ങിയ പ്രൊസസറിന് ഇതേപോലെ പേര് മാറ്റി വെക്കുന്നതാണ്. അത് 5 കൊല്ലം മുന്നത്തെ മീഡിയം ലെവൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇപ്പോഴത്തെ വളരെ മോശം പെർഫോമൻസ് ആണ്. അപ്പൊ ലൈക്ക് നിങ്ങൾക്ക് Ryzen 7 ലേറ്റസ്റ്റ് ജനറേഷൻ 7000 സീരീസ് ആണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകരുത്. ഇപ്പൊ ഞാൻ ഐഡിയലി പറയുകയാണെങ്കിൽ നിങ്ങളൊരു 35ന്റെ അടിയിലാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് i3 12th ജനറേഷൻ ആണ്. ഈ i3 12th ജനറേഷൻ എന്ന് പറഞ്ഞത് i7 11th ജനറേഷൻ. ഇപ്പോൾ നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും i7 1165 G7നേക്കാളും പെർഫോമൻസ് ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും കൂടുതലാണ് i3 1215U എന്നുള്ള പ്രൊസസറിന്. അപ്പൊ നിങ്ങൾ ബേസിക് യൂസ് ആണ്, നിങ്ങൾ 35ന്റെ അടിയിലാണ് ലാപ്ടോപ്പ് നോക്കുന്നതെങ്കിൽ ഈ i3 പ്രൊസസർ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 7530U, Ryzen 5 7530U ഉള്ള പ്രൊസസർ ആണെങ്കിലും ഓക്കെ ആണ്. ജനറലി ഇത് വെച്ച് വരാറുള്ളത് നമുക്ക് IdeaPad Slim 3 സീരീസ് വരുന്നുണ്ട്, Asus Europe വരുന്നുണ്ട്. അതേപോലെ തന്നെ Acer Aspireന്റെ പുതിയ സീരീസ് ഒക്കെ കുറച്ച് നല്ലതാണ്. 35 to 50നുള്ളിൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. Ryzen 7 7730U വരുന്നുണ്ട്, i5 1235U വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ രണ്ടും ഗെയിമിംഗ് സീരീസ് പ്രൊസസേഴ്സ് ഇപ്പോൾ 12400H Ryzen 7 7735HS എന്നുള്ള സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഐഡിയലി ഇന്റലിന്റെ H സീരീസ് പ്രൊസസർ നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കാതിരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ആ ഒരു ജനറേഷനിൽ H സീരീസ് പ്രൊസസർ ഭയങ്കരമായിട്ട് പവർ വലിക്കുകയായിരുന്നു. ചെറിയ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഒന്ന് ബാറ്ററി ബാക്കപ്പും കിട്ടില്ല, രണ്ടാമത് അത് പെട്ടെന്ന് ഹീറ്റ് ആവും. സോ ജനറലി നിങ്ങൾ ഒന്നില്ലെങ്കിൽ 1235U ഉള്ള വാങ്ങിക്കും. ഇപ്പോൾ 38-40 നിങ്ങൾക്ക് 16GB റാമും 1235U ഉള്ള ലാപ്ടോപ്പ് ഞാൻ സെയിലിന് കണ്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ 8GB റാം ഉള്ളത് ഇനി വാങ്ങിക്കാതിരിക്കാൻ നല്ലത്. നിങ്ങൾ എന്തായാലും 16GB റാം മിനിമം വാങ്ങിക്കാൻ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 45 ഒക്കെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് Core Ultra 125H 7535HS ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ 50ന് മുകളിൽ ഞാൻ ആദ്യം തിന്നൻ ലൈറ്റിന്റെ കാര്യം പറയാം. 50ന്റെ മുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ Qualcommന്റെ Snapdragon X സീരീസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ബേസിക് ബ്രൗസിംഗ് മാത്രമുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. ഇനി ആപ്പിളിന്റെ M1 MacBook Air വരുന്നുണ്ട്. അത് ആക്ച്വലി നല്ല ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് പ്രൊസസർ അത്യാവശ്യം ഭയങ്കര നല്ലതാണ്. നിങ്ങൾ നോർമൽ ഇതേപോലെ തന്നെ യൂസ് ആണെങ്കിൽ കുറെ നല്ല ബിൽഡ് ക്വാളിറ്റി വെച്ച് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് കുറച്ചധികം പഴയ മൊത്തത്തിലുള്ള ലാപ്ടോപ്പ് കുറെ പഴയതാണ്, ഏകദേശം 5 കൊല്ലം പഴയതാണ്. അതേപോലെ തന്നെ ആപ്പിളിന്റെ എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി ആ ലാപ്പ് വാങ്ങിച്ച് അതേ പൈസക്ക് റിപ്പയർ ചെയ്യേണ്ടി വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ Core Ultra 226B എന്നുള്ള പ്രൊസസർ നിങ്ങൾക്ക് ഒരു 60-65 വരും, അല്ലെങ്കിൽ 225H. ഈ രണ്ടും നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല എഫിഷ്യൻസി വെച്ച് വരുന്നതാണ്. ഇനി AMD പാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഒരു 7735 8845HS അങ്ങനത്തെ പ്രൊസസർ ഈ ഒരു 50 കഴിഞ്ഞ് വാങ്ങിക്കാൻ. കാരണം ബേസിക്കലി ഇത് ഈ ഒരു
7730Uന്റെ കുറച്ച് ബെറ്റർ ആയിട്ട് വേർഷൻ നിങ്ങൾ എട്ടി വില എടുത്ത് കൊടുത്ത് വാങ്ങിക്കേണ്ട. AMD വാങ്ങിക്കുകയാണെങ്കിൽ Ryzen 5 7 340 അല്ലെങ്കിൽ 370 Ryzen 9 390 എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 70 റേഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 226 ഉണ്ട്, 225H ഉണ്ട്. ഇത് ഇന്റലിന്റെ ഭാഗത്ത്. AMD ആണെങ്കിൽ Ryzen 7 350 ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല ഇന്റഗ്രേറ്റഡ് GPU തരുന്ന മോഡേൺ പ്രൊസസർ ഉണ്ടാക്കിയതാണ്. സെയിം പൈസയിൽ നിങ്ങൾക്ക് ഇപ്പൊ Core Ultra 7 240H ഉണ്ട്, അത് നിങ്ങൾ വാങ്ങിക്കരുത്. അല്ലെങ്കിൽ ഇതേപോലെ 220H ഉണ്ട് Core Ultra 5, അതിന് ഏകദേശം ഒരു 5000 രൂപ കുറവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വാങ്ങിക്കരുത്. ഇനി ഗെയിമിംഗ് ലാപ്ടോപ്സ് നോക്കുകയാണെങ്കിൽ പ്രൊസസറിന്റെ പെർഫോമൻസിനാലും ഗ്രാഫിക്സ് കാർഡാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. എന്നിരുന്നാലും നിങ്ങൾ ഭയങ്കര പഴയതായിട്ടുള്ള വാങ്ങിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ AMDയുടെ 7435HS 7235HS പ്രൊസസേഴ്സ് നമുക്ക് AMD LOQലും അതേപോലെ 2-3 ലാപ്ടോപ്പിലും കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇല്ല. സോ നിങ്ങൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ വെബ് ബ്രൗസിങ്ങോ ആണെങ്കിലും ഇത് ഈ ഗ്രാഫിക്സ് കാർഡിലാണ് റൺ ചെയ്യുക. അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. അതില്ലാത്ത നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി ലാപ്ടോപ്പ് സജഷൻസ് ഞാൻ എല്ലാ ഡീലും വന്നു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് സജഷൻസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പ് ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.